മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭവനദാന പദ്ധതിയിലെ വഴിവിട്ട പോക്കും അർഹതയുള്ള ദാതാക്കളെ കണ്ടുപിടിക്കലും ചിലരുടെ കുത്തകയായി മാറുന്നു. 2026 വട്ടശ്ശേരി തിരുമേനിയുടെ പെരുന്നാളിൽ സഭ കൊട്ടിഘോഷിച്ച് പറയുന്ന 110 സഭാംഗങ്ങൾക്ക് ഭവനം പണിയാൻ 50,000 രൂപ വീതം നൽകുന്നത് നല്ല കാര്യം തന്നെ. എന്നാൽ അർഹതപ്പെട്ടവരെ കണ്ടെത്തുന്ന രീതി തെക്കൻ ഭദ്രാസനമായ തിരുവനന്തപുരത്തിലെയും കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെയും മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് ജയിച്ചവരും തോറ്റവരും ഒരുമിച്ച് കൂടിയിരുന്ന് വീതം വെച്ചെടുക്കുന്നത് എവിടുത്തെ ന്യായമാണ്? അത് നീതീകരിക്കാൻ ഒക്കുന്നതേ അല്ല. അർഹതപ്പെട്ടവർക്കും ഗോഡ് ഫാദേഴ്സ് ഇല്ലാത്തവർക്കും ഈ പദ്ധതി നഷ്ടമാകുന്നു. ഇത് തികച്ചും അനീതിയാണ്, ജനാധിപത്യ മര്യാദയല്ല. തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്നും മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് അതിമോഹത്തോടെ പല പ്രാവശ്യം മത്സരിച്ച് തോറ്റിട്ടിപ്പോൾ മെത്രാനെ തെറിപറഞ്ഞ് ജയിച്ച് ഭൂലോക ഉടായ്പുകാരനും കൂട്ടുകൊടുപ്പുകാരനുമായ കുള്ളനും കൊട്ടാരക്കരയിൽ തോറ്റമ്പിയ വ്യക്തിയും ചേർന്നാണ് വീതം വെച്ചെടുക്കുന്നത്. ഇവർ തങ്ങളുടെ വരുതിയിൽ നിൽക്കുന്ന അനർഹരെ കണ്ടുപിടിച്ച് നിർബന്ധിച്ച് സഭയുടെ ഭവനദാന പദ്ധതിയിൽ അപേക്ഷ കൊടുപ്പിച്ച് 50,000 രൂപ റെക്കമെൻഡ് ചെയ്ത് തരപ്പെടുത്തി കൊടുക്കുന്ന പരിപാടിയാക്കി മാറ്റി. ഇതൊക്കെ എന്തിനാണെന്നറിയാമോ? ഇനി വരാൻ പോകുന്ന സഭയുടെ മാനേജിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിച്ചു വരാനുള്ള ഒരു പൊടിക്കൈ.